കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 15ാമത്തെ വീഡിയോ ആണ് ഇത്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ സാധാരണഗതിയിൽ യഹോവയോട് അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അവര് യേശുവിനോടും പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിനോടും പ്രാർത്ഥിക്കുന്നു. ഇനി കത്തോലിക്കരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ കത്തോലിക്കർ ഇതിനു പുറമെ പരിശുദ്ധ മറിയത്തോടും വിശുദ്ധരോടും മാലാഖമാരോടും ഭക്തി കാണിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കത്തോലിക്കരുടെ ഈ പ്രവൃത്തി അന്യദേവ ആരാധനയ്ക്കും അല്ലെങ്കിൽ വിഗ്രഹാരാധനയ്ക്കും തുല്യമാണെന്ന് നിരവധി പ്രൊട്ടസ്റ്റന്റുകാർ കരുതുന്നു. എന്നാൽ ഈ കാഴ്ചപ്പാട് തികച്ചും തെറ്റാണ്. ഇതിനുള്ള നല്ല യുക്തിപരമായ ഒരു കാരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, അന്യദേവ ആരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പാപം അല്ലെങ്കിൽ തിന്മ ആണ്. ബൈബിൾ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും താളുകളിലൂടെ കടന്നു പോരുമ്പോൾ ഇക്കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഏതാനും ദൈവവചനങ്ങൾ മാത്രം നിങ്ങൾ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത്. സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ചു കളയുകയും ചെയ്യും. എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. ഞാനാണ് കർത്താവ്, അതാണ് എന്റെ നാമം. എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എന്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. വീണ്ടും പിശാച് വളരെ ഉയർന്നയൊരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്. ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. ഈ ദൈവവചനങ്ങളിലൂടെ കടന്നു പോന്നപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അന്യദേവ ആരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു തിന്മയാണ് എന്നുള്ള വസ്തുത. എന്നാൽ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ. ദൈവത്തിന് നൽകേണ്ട ആരാധന, അതും വിശുദ്ധരോട് പ്രകടിപ്പിക്കുന്ന ഭക്തിയും, ഇത് രണ്ടും രണ്ടാണ്. തികച്ചും അടിസ്ഥാനപരമായി വ്യത്യാസപ്പെട്ട കാര്യങ്ങളാണ് ഇവ. ഇതേക്കുറിച്ച് ഞാൻ അധികം താമസിയാതെ മറ്റൊരു വീഡിയോ നൽകുന്നതായിരിക്കും. എന്റെ ചെറുപ്പകാലം തൊട്ട് നിരവധി കത്തോലിക്ക വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ, ബയോഗ്രഫീസ് വായിക്കാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. ഡോൺ ബോസ്കോ, ഡൊമിനിക് സാവിയോ, മരിയ ഗൊരേത്തി, ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവിയർ, ജോൺ ഓഫ് ദ ക്രോസ്, വിൻസെന്റ് ഡി പോൾ, കൊച്ചു ദ്രസ്യ, ഈഡിത്ത് സ്റ്റെയിൻ, ചാൾസ് ബൊറോമിയ, അഗസ്റ്റിൻ എന്നിങ്ങനെ നിരവധി കത്തോലിക്ക വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ. ഈ ജീവചരിത്രങ്ങൾ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം അത്രയേറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ കത്തോലിക്ക വിശുദ്ധർക്ക് എല്ലാവർക്കും യേശുവിനോട്
വളരെ ആഴത്തിലുള്ള ഒരു ഹൃദയബന്ധം ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ കത്തോലിക്ക വിശുദ്ധർ പരിശുദ്ധ മറിയത്തോടും മാലാഖമാരോടും തങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വിശുദ്ധരോടും പല പരിധികളിൽ ഭക്തി പുലർത്തിയിരുന്നു. അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. കത്തോലിക്ക വിശുദ്ധര് തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വിശുദ്ധരോട് ഭക്തി പുലർത്തിയിരുന്നവരാണ്. അവരുടെ ഈ പ്രവൃത്തി അന്യദേവ ആരാധനയ്ക്ക് അല്ലെങ്കിൽ വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ കത്തോലിക്ക വിശുദ്ധര് വലിയ അപരാധം ദൈവത്തിനു മുൻപിൽ ചെയ്യുന്നവരാണ്, ചെറിയ പാപമൊന്നുമല്ല. അങ്ങനെയെങ്കിൽ യേശുവിനോടുള്ള വ്യക്തിബന്ധത്തിൽ ഇത്രയധികം ആഴപ്പെടാൻ ഈ കത്തോലിക്ക വിശുദ്ധർക്ക് എങ്ങനെ സാധിച്ചു? കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ നമുക്കേവർക്കും സുപരിചിതയായ ഒരു വിശുദ്ധയാണ്. 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി. താൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് മദർ തെരേസ നൽകുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. രക്തം കൊണ്ട് ഞാൻ ഒരു അൽബേനിയക്കാരിയാണ്. പൗരത്വം കൊണ്ട് ഞാൻ ഒരു ഇന്ത്യക്കാരിയാണ്. വിശ്വാസം കൊണ്ട് ഞാൻ ഒരു റോമൻ കത്തോലിക്ക സന്യാസിനിയാണ്. വെളിപ്രകാരം ഞാൻ ഈ ലോകത്തിനു വേണ്ടി ഉള്ളവളാണ്. എന്നാൽ എന്റെ ഹൃദയപ്രകാരമോ ഞാൻ പൂർണ്ണമായും യേശുവിന്റെ ഹൃദയത്തിൻ്റെതാണ്. ഇനി മദർ തെരേസ നടത്തുന്ന മറ്റൊരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട യേശുവേ, ഞാൻ ചെല്ലുന്നിടത്തെല്ലാം നിന്റെ പരിമളം പരത്തുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ ജീവിതം നിന്റെ ഒരു ബഹിർസ്ഫുരണം മാത്രം ആയിരിക്കത്തക്ക വിധം അത്ര അഗാധമായി എന്റെ മുഴുവൻ സത്യയെയും നീ സ്വന്തമാക്കുകയും അതിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യണമേ. ഞാനുമായി സമ്പർക്കത്തിൽ വരാൻ ഇടയാകുന്ന എല്ലാ ആത്മാക്കളും എന്റെ ആത്മാവിലുള്ള നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാകത്തക്ക വിധം എന്നിലൂടെ നീ പ്രകാശിക്കുകയും എന്നിലായിരിക്കുകയും ചെയ്യണമേ. അവർ നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും കാണപ്പെടാതെ എന്നിലൂടെ യേശുവിനെ മാത്രം അവർ കാണാനും ഇടയാകട്ടെ. മദർ തെരേസയുടെ ഈ വാക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതായത് അത്ര ആഴത്തിലുള്ള ഒരു ബന്ധം മദറിന് യേശുവുമായി ഉണ്ടായിരുന്നു. എന്നാൽ മദർ തെരേസ ഇതേ സമയം തന്നെ മാതാവിനോടും അതുപോലെ മറ്റ് വിശുദ്ധരോടും ഭക്തി പുലർത്തിയിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു. പരിശുദ്ധ മറിയത്തോട് മദർ തെരേസ നടത്തുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കുക. മേരി, അത്യധികം മനോഹരവും അത്യധികം ശുദ്ധവും അമലോത്ഭവത്വം ഉള്ളതുമായ നിന്റെ ഹൃദയം എനിക്ക് തരിക. ജീവന്റെ അപ്പത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നതിനും അവനെ നീ സ്നേഹിച്ചതുപോലെ ഞാനും സ്നേഹിക്കുന്നതിനും പാവപ്പെട്ടവരുടെ ദീനരൂപത്തിൽ കാണപ്പെടുന്ന അവനെ ശുശ്രൂഷിക്കുന്നതിനും ഞാൻ കഴിവുള്ളവളാകുന്നതിനു വേണ്ടി സ്നേഹത്താലും എളിമയാലും പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന നിന്റെ ഹൃദയം എനിക്ക് തരണമേ. മദർ തെരേസയുടെ ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് മാതാവിനോട് വളരെ ഭക്തി പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മദർ. അതുപോലെ മറ്റ് വിശുദ്ധരോടും മദർ ഭക്തി പുലർത്തിയിരുന്നു. ഇനി ഈ വിശുദ്ധരോട് മദർ കാണിക്കുന്ന ഈ ഭക്തി അന്യദേവി ആരാധനയ്ക്കും അല്ലെങ്കിൽ വിഗ്രഹാരാധനയ്ക്കും തുല്യമാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ മദർ ദൈവത്തിന്റെ തിരുമുമ്പിൽ വലിയ ഒരു തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പിന്നെ എങ്ങനെ യേശുവിനോട് ഇത്ര ആഴത്തിലുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കുവാൻ മദർ തെരേസായിക്ക് സാധിച്ചു? ഇനി മറ്റൊരു വിശുദ്ധയുടെ കാര്യം നമുക്ക് പരിഗണിക്കാം. വിശുദ്ധ അൽഫോൻസ കേരള കത്തോലിക്ക സഭയിലെ ഒരു വലിയ വിശുദ്ധയാണ്. നിങ്ങൾക്ക് സുപരിചിതയായ ഒരു വ്യക്തിയായിരിക്കും. കോട്ടയത്തിനടുത്ത് ഭരണങ്ങാനത്ത് അൽഫോൻസയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയം ഒരിക്കലെങ്കിലും നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കും. വിശുദ്ധ അൽഫോൻസ യേശുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കുക. ഓ ഈശോനാഥ, അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ
എന്നെ മറയ്ക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയും ആകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ. സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എന്റെ ഈശോയെ, ലൗകിക ആശ്വാസങ്ങളെല്ലാം എനിക്ക് കയ്പായി പകർത്തണമേ. നീതി സൂര്യനായ എന്റെ ഈശോയെ, നിന്റെ ദിവ്യകതിരിനാൽ എന്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോടൊന്നിപ്പിക്കണമേ. വിശുദ്ധ അൽഫോൻസായുടെ ഈ പ്രാർത്ഥന അത് വായിച്ചപ്പോൾ എത്ര ആഴത്തിലുള്ള ബന്ധമാണ് അൽഫോൻസായിക്ക് യേശുവിനോട് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അൽഫോൻസ മാതാവിനോടും അതുപോലെ മറ്റ് വിശുദ്ധരോടും ഭക്തി പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അൽഫോൻസായുടെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെച്ചുകൊള്ളട്ടെ. അതായത് മഠത്തിൽ ചേർന്നതിന് ശേഷം ഒരിക്കലും അൽഫോൻസായിക്ക് കഠിനമായ ഒരു പനി ബാധിക്കുകയുണ്ടായി. അപ്പോൾ ചികിത്സിച്ചിട്ടൊന്നും പനി മാറിയില്ല. ഇത് ക്ഷയമാണ്, അതിനാല് മഠത്തിൽ നിന്ന് മാറിപ്പോകണം എന്നൊരാവശ്യം ഉയർന്നു വന്നു. അപ്പോൾ അൽഫോൻസ വിശുദ്ധ ചാവറ പിതാവിനോടും അതുപോലെ വിശുദ്ധ കൊച്ചുത്രസ്യായോടും നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പനി വിട്ടുമാറി എന്ന് മാത്രമല്ല, ചാവറ പിതാവും അതുപോലെ കൊച്ചുത്രസ്യായും അൽഫോൻസായിക്ക് പ്രത്യക്ഷപ്പെടുകയും ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ ഇനി ബാധിക്കുകയില്ല എന്ന് ഉറപ്പുകൊടുക്കുകയും ചെയ്തു. അതായത് അൽഫോൻസ യേശുവിനോട് വളരെ ആഴത്തിൽ ഉള്ള ഒരു വ്യക്തിബന്ധം നിലനിർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. അതേസമയം തന്നെ മറ്റ് വിശുദ്ധരോടും അൽഫോൻസായിക്ക് ഭക്തിയുണ്ടായിരുന്നു. ഇനി വിശുദ്ധരോട് അൽഫോൻസ പ്രകടിപ്പിച്ച ഈ ഭക്തി അന്യദേവ ആരാധനയ്ക്ക് തുല്യമാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ഇത്രയധികം ആഴപ്പെടുവാൻ ഒരിക്കലും അൽഫോൻസായിക്ക് കഴിയില്ലായിരുന്നു. ഇനി മറ്റൊരു വിശുദ്ധന്റെ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. വിശുദ്ധ തോമസ് അക്വീനാസ് AD 1225 ഇറ്റലിയിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് തോമസ് അക്വീനാസ് ജനിച്ചത്. സ്വഭവനത്തിൽ നിന്നുള്ള കഠിനമായ എതിർപ്പിനെ അതിജീവിച്ച് അദ്ദേഹം ഒരു ഡൊമിനിക്കൻ വൈദികനായി മാറി. പിന്നീട് ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം സമ്പാദിച്ചു. 3 വാല്യങ്ങളിലായി തോമസ് അക്വീനാസ് രചിച്ചിട്ടുള്ള സുമ്മ തിയോളജിക്ക എന്ന പുസ്തകം ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ മേഖലയിൽ തന്നെ ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഗ്രന്ഥമാണ്. യഥാർത്ഥമായ എല്ലാ സത്യങ്ങളും പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നു എന്ന അഗാധമായ ബോധ്യം തോമസിന് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ അത്ര ആഴമേറിയ ഒരു ആശ്രയം അർപ്പിച്ചുകൊണ്ടാണ് തോമസ് അക്വീനാസ് ദൈവശാസ്ത്രം ചെയ്തത്. ഒരിക്കൽ ഒരു പ്രാർത്ഥനാ വേളയിൽ ക്രിസ്തു തോമസിനോട് ഇങ്ങനെ ചോദിക്കുന്നതായി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തോമസ്, നീ എന്നെക്കുറിച്ച് നന്നായി എഴുതി. നിന്റെ അധ്വാനത്തിന് എന്ത് പ്രതിഫലമാണ് വേണ്ടത്? തോമസ് മറുപടി പറഞ്ഞു, മറ്റൊന്നും വേണ്ട കർത്താവേ, നിന്നെ മതി. അന്ത്യകുദാശ സ്വീകരിച്ച് മരിക്കുന്ന വേളയിൽ അദ്ദേഹം യേശുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: എന്റെ ആത്മാവിന്റെ മോചന ദ്രവ്യമേ, ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. നിന്റെ സ്നേഹത്തിനു വേണ്ടിയാണ് ഞാൻ പഠിച്ചത്, ജാഗ്രതയുള്ളവനായിരുന്നതും കഠിനാധ്വാനം ചെയ്തതും പ്രസംഗിച്ചതും പഠിപ്പിച്ചതും. തീർച്ചയായും യേശുവിനോട് അത്ര ആഴമേറിയ ബന്ധം ഉള്ള ഒരാളായിരുന്നു തോമസ് അക്വീനാസ് എന്ന് ഈ പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ തോമസ് അക്വീനാസ് വിശുദ്ധരോട് ഭക്തി പുലർത്തിയിരുന്നു, വിശുദ്ധരോടുള്ള ഭക്തിയെ അംഗീകരിച്ചിരുന്നു. സുമ്മ തിയോളജിക്കായുടെ 3-ാം ഭാഗത്ത് വിശുദ്ധരോടുള്ള ഭക്തിയെക്കുറിച്ച് തോമസ് പറഞ്ഞിരിക്കുന്ന പ്രധാന ആശയം വളരെ ചുരുക്കി ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കാൻ മരിച്ച് സ്വർഗത്തിൽ ആയിരിക്കുന്ന വിശുദ്ധർ ദൈവത്തോട് സഹകരിക്കുന്നു.
ഈ വിശുദ്ധർക്ക് ദൈവത്തോടുള്ള ബന്ധം വഴിയായി ദൈവം അനുവദിക്കുന്ന പരിധികളിൽ നിന്നുകൊണ്ട് ഭൂമിയിലെ മനുഷ്യരുടെ ഭക്തിയും പ്രാർത്ഥനകളും അവർ ചെയ്യുന്ന വാഗ്ദാനങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധരുടെ സഹായം ലഭിക്കുന്നതിനായി അവരോട് പ്രാർത്ഥിക്കുന്നത് തികച്ചും ശരിയായ ഒരു നടപടി തന്നെയാണ്. ദൈവഹിതത്തിന് പൂർണ്ണമായും നിരക്കുന്ന രീതിയിലാണ് സ്വർഗത്തിൽ ആയിരിക്കുന്ന വിശുദ്ധർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിനാൽ അവരുടെ പ്രാർത്ഥന ദൈവം എല്ലായ്പ്പോഴും കേൾക്കുന്നു. അതായത് തോമസ് അക്വീനാസ് യേശുവുമായുള്ള വ്യക്തിബന്ധത്തിൽ അത്രയേറെ വളർന്ന ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ വിശുദ്ധരോടുള്ള ഭക്തിയെ അദ്ദേഹം അംഗീകരിക്കുന്നു. അദ്ദേഹവും വിശുദ്ധരോട് ഭക്തി പുലർത്തിയിരുന്നു. തോമസിന്റെ ഈ പ്രവൃത്തി അന്യദേവ ആരാധനയ്ക്ക് തുല്യമായിരുന്നുവെങ്കിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ഇത്രയേറെ വളരുവാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കുകയില്ലായിരുന്നു. ഇനി എന്റെ വ്യക്തിപരമായ കാര്യം കൂടി ഞാൻ അല്പം പങ്കുവെച്ചു കൊള്ളട്ടെ. ഓരോ സമയങ്ങളിലായി പ്രൊട്ടസ്റ്റന്റുകാരായ സുഹൃത്തുക്കള് എനിക്കും ഉണ്ടായിരുന്നു. വളരെ ഉള്ളു തുറന്ന് ഇവരിൽ പലരോടും ഞാൻ സംസാരിക്കാറുണ്ട്. ഇവര് പിതാവായ ദൈവത്തോടും അതുപോലെ യേശുവിനോടും പരിശുദ്ധാത്മാവിനോടും ഭക്തി പുലർത്തുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു. ഈ 3 പേരോടും എനിക്കും ഭക്തിയുണ്ട്, ഞാനും ഇവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ മാതാവിനോടും വിശുദ്ധരോടും അതുപോലെ മാലാഖമാരോടും പക്വതയുള്ള ഒരു ഭക്തി, മച്വേർഡ് ഡിവോഷൻ എനിക്കുണ്ട്. എന്റെ ഈ പ്രൊട്ടസ്റ്റന്റ് സുഹൃത്തുക്കൾക്ക് യേശുവിനോടുള്ള ബന്ധത്തിൽ പല പരിധികളിൽ വളരാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഒരിക്കലും നിരാകരിക്കുന്നില്ല. എന്നാൽ അവരെപ്പോലെ തന്നെ യേശുവിനോടുള്ള വ്യക്തിബന്ധത്തിൽ എനിക്കും ഓരോ ദിവസം ചെല്ലും തോറും വളരുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധരോട് ഞാൻ പുലർത്തുന്ന ഭക്തി അന്യദേവ ആരാധനയ്ക്കോ അല്ലെങ്കിൽ വിഗ്രഹാരാധനയ്ക്കോ തുല്യമാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തിനു മുൻപിൽ വലിയ തെറ്റ്, അപരാധം ചെയ്യുന്നയാളാണ്. യേശുവിനോടുള്ള ബന്ധത്തിൽ വളരാൻ എനിക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല. എന്നാൽ യേശുവിനോടുള്ള ബന്ധത്തിൽ വളരാൻ എനിക്ക് സാധിക്കുന്നുണ്ട് താനും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് വിശുദ്ധരോടുള്ള ഭക്തി അത് ഒരിക്കലും വിഗ്രഹാരാധനയോ അന്യദേവ ആരാധനയ്ക്കോ തുല്യമായ ഒന്നല്ല. വിശുദ്ധരോടുള്ള ഭക്തി ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.